ഗൈസ്, ഇവളാണ് ലച്ചു, ഞങ്ങളുടെ വീട്ടിലെ മെയിൻ പുള്ളിയാണ്. ആളിപ്പോൾ ഏകദേശം ഒരു 6 വയസ്സൊക്കെ ആയി. ഇവനാണ് ടിങ്കു. ടിങ്കുവിനെ ഇതുവരെ ഞാൻ പരിചയപ്പെടുത്തിയിട്ടില്ല. ബോളമാണ്. ഇപ്പം എന്തോ ചെറിയൊരു ഉച്ചമയക്കത്തിലാണ് പുള്ളി. ടിങ്കുവിനെ എടുത്തോണ്ടിരിക്കുമ്പോൾ രുക്കു കിടന്ന് ബഹളം അപ്പുറത്ത്. രുക്കുവിനെ കാണിക്കാം. ഇപ്രാവശ്യം നമ്മൾ ട്രിപ്പിന് രുക്കുവിനെ കൊണ്ടുപോകുന്നില്ല. രുക്കു നല്ല കളിപ്പിലാണ് കേട്ടോ. അവളെ ഏറ്റിട്ട് നമ്മളങ്ങനെ ട്രിപ്പുകളൊന്നും പോകാറില്ല. അപ്പം ഇപ്രാവശ്യം എന്നാ കൊണ്ടുപോകാത്തതെന്നൊക്കെ ഉള്ളൊരു ആറ്റിറ്റ്യൂഡിലാണ് ആൾ നിൽക്കുന്നത്. ആൾ കിടന്നോ, വരാം കേട്ടോ, ഞാൻ പോയിട്ട് വരാം കേട്ടോ, ടാറ്റ കേട്ടോ. ഒന്ന് ചിലക്കാതെ പോയി താറേ. ഹായ്, ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞങ്ങൾ മണാലി ട്രിപ്പിന് പോവാണ്. വേറെ 1-2 പേരുടെ ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. ഹായ് ഗൈസ്. അപ്പൊ നമ്മൾ ടോട്ടൽ 10 ദിവസത്തേക്കുള്ള ബാഗും സാധനങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങി. അമ്മയുണ്ട് നമ്മളെ യാത്ര അയക്കാൻ വേണ്ടി നിൽക്കുന്നത്. ഇതാണ് നമ്മുടെ നാട്. ഫുള്ള് ഇപ്പൊ ഡ്രൈ ആണ്. മഴയൊക്കെ പെയ്തിട്ട് 2 ദിവസമായി. ചെറിയ ചാറലൊക്കെ ഉണ്ട്. അങ്ങനെ ഈ ചൂടത്ത് നിന്ന് ഞങ്ങള് മഞ്ഞിലേക്ക് പോവാണ്. ഹായ് ഗായ്സ്, നമ്മള് എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുന്നു. ഇവിടെ നല്ല തിരക്കാണ്. നമ്മുടെ ട്രെയിൻ ഇനിയും വരാൻ 2-3 മണിക്കൂറുണ്ട്. അപ്പൊ നമ്മളിവിടെ ചുമ്മാ ഇതിലൂടെ കറങ്ങി അടിച്ച് നടക്കും. നമ്മൾ വിചാരിച്ചാലും വളരെ നേരത്തെ നമ്മൾ സ്റ്റേഷനിൽ എത്തിയിട്ടു. ഇവിടെയാണെങ്കിൽ ചുമ്മാ കറങ്ങി നടക്കാം. നമ്മുടെ ഇവിടെയാണെങ്കിൽ പട്ടിയും പൂച്ചയും എല്ലാം ഉണ്ട് സ്റ്റേഷനിൽ. എല്ലാവരെയും കണ്ട് കാഴ്ചയൊക്കെ ഉണ്ട്. അപ്പത്തേക്കും നമ്മുടെ ട്രെയിനും ഒന്ന് എത്തിയിട്ടു. അപ്പൊ ഗായ്സ്, നമ്മുടെ ട്രെയിൻ വരാറായി. ഈ കാണുന്നതാണ് തിരുവനന്തപുരം നിസാമുദ്ദീൻ എക്സ്പ്രസ്. നമ്മുടെ ട്രെയിൻ എല്ലാം കൊള്ളാം. നല്ല തണുപ്പൊക്കെ ഉണ്ട്. AC ആണ് നമ്മൾ ബുക്ക് ചെയ്തിരുന്നത്. പല സംസ്ഥാനങ്ങളിലൂടെ പല പല കാഴ്ചകൾ കണ്ട് മണാലിയെ സ്വപ്നം കണ്ട് നമ്മൾ അങ്ങനെ പോവുകയാണ് ഗൈസ്. അപ്പൊ ഇതാണ് ഈ കണകണ. ടോട്ടൽ നമ്മുടെ ഡൽഹിയിലേക്ക് ട്രെയിനിൽ നമ്മൾ യാത്ര ചെയ്യുമ്പം ഏകദേശം 44 hours ആണ് ഈ ട്രെയിനിന്റെ ടൈം എടുക്കുന്നത്. ഇത് ട്രിവാൻഡ്രം നിസാമുദ്ദീൻ എക്സ്പ്രസ് ആണ്. സൂപ്പർ ഫാസ്റ്റ് ട്രെയിനാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് പൻവേൽ എത്താറായി നമ്മുടെ ട്രെയിൻ. അപ്പൊ അതിനിടയ്ക്ക് ഏകദേശം ഒരു 3 hours വണ്ടി പിടിച്ചിടുവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇപ്പൊ കുറെ ലാഗായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ യാത്രയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഫുഡ് തന്നെയാണ്. അപ്പൊ ഞങ്ങള് ഫുഡിലൊന്നും വലിയ പ്ലാനിങ് ഒന്നും ചെയ്തില്ലായിരുന്നു. കുറച്ച് ബ്രെഡും സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് നൈസായിട്ട് ഇറങ്ങുക ചെയ്തത്. അപ്പം കുറേ ഫുഡും ട്രെയിനിൽ തന്നെയായിരുന്നു. ഒരിക്കലും ട്രെയിനിലെ ഫുഡ് റെക്കമെൻഡ് ചെയ്യുന്നില്ല, വളരെ മോശമാണ്. ഏറ്റവും ബെറ്റർ വീട്ടിൽ നിന്ന് എന്തെങ്കിലും കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റേഷനിലേക്ക് നിർത്തുമ്പോൾ അവിടെ നിന്ന് നല്ല ഫുഡ് മേടിച്ച് കഴിക്കുക. പിന്നെ നമ്മൾ ഡൽഹി എത്താറായി. ഇനി 2-3 മണിക്കൂർ ലേറ്റ് ആയിട്ടാണെങ്കിലും ഉടനെ എത്തും. അപ്പോൾ ബാക്കി കാഴ്ചകളൊക്കെ വരുന്ന വീഡിയോസിലൊക്കെ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യും. അപ്പോൾ ശരി, ബായ്.